CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് എ പത്മകുമാറിനെ ഒഴിവാക്കിയിരിക്കുന്നു. ജില്ലാ സെക്രട്ടേറിയറ്റിൽ പത്മകുമാറിനെ ഉൾപ്പെടുത്തണമോ എന്നത് സംസ്ഥാന കമ്മിറ്റിക്ക് വിട്ടു. അച്ചടക്ക നടപടി തീരുമാനമുണ്ടാകും വരെ സ്ഥാനം ഒഴിച്ചിടും. ഒഴിവുള്ള സ്ഥാനങ്ങളിലേക്ക് കോമളം അനിരുദ്ധൻ, സി രാധാകൃഷ്ണൻ എന്നിവരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ മുരളി ചേർന്നുണ്ട്. മിഥുൻ, എന്താണ് മറ്റു വിവരങ്ങളൊക്കെ? വിഷ്ണു, ഇന്ന് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് രൂപീകരണത്തിന് വേണ്ടി യോഗം ചേർന്നിരുന്നു. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നേരിട്ട് പങ്കെടുത്ത യോഗമായിരുന്നു. ഈ യോഗത്തിന് ശേഷമാണ് എ പത്മകുമാറിനെ നിലവിൽ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. നേരത്തെ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞതിന് ശേഷം സംസ്ഥാന നേതൃത്വത്തിനെതിരെയും സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടുത്താത്തതിനെതിരെയും എ പത്മകുമാർ പരസ്യ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. ഈ മന്ത്രി വീണ ജോർജ് അടക്കമുള്ള ആളുകൾക്ക് പാർട്ടിയിൽ കൂടുതൽ പരിഗണന കിട്ടുന്നു എന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു എ പത്മകുമാറിന്റെ പരസ്യ വിമർശനം. ഈ പരസ്യ വിമർശനം നടത്തിയതിൽ ഇതുവരെയും എ പത്മകുമാറിനെതിരെ നടപടി ഉണ്ടായിട്ടില്ല. ഇങ്ങനെ നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിൽ എ പത്മകുമാറിനെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് നേതൃത്വം എത്തുകയായിരുന്നു. ഇനി സംസ്ഥാന കമ്മിറ്റി ഈ കാര്യത്തിൽ എന്ത് അച്ചടക്ക നടപടിയാണ് സ്വീകരിക്കുക എന്നത് നടപടിയെടുക്കും. അതിനുശേഷം അച്ചടക്ക നടപടി ഉണ്ടായതിനു ശേഷം ജില്ലാ സെക്രട്ടേറിയറ്റിൽ എ പത്മകുമാറിനെ ഉൾപ്പെടുത്തണമോ എന്നുള്ള കാര്യത്തിൽ അന്തിമമായി സംസ്ഥാന നേതൃത്വം തീരുമാനമെടുക്കട്ടെ എന്നുള്ള ഒരു നിലപാടിലേക്കാണ് ജില്ലാ നേതൃത്വവും ഒപ്പം സംസ്ഥാന സെക്രട്ടറി അടക്കം പങ്കെടുത്ത ഈ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അന്തിമമായി തീരുമാനമായിരിക്കുന്നത്. അതുവരെ ഒരു സ്ഥാനം ഒഴിച്ചിടുവാനും തീരുമാനമായിട്ടുണ്ട്. ഈ തീരുമാനത്തിന് ശേഷം സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും സംസ്ഥാന സമിതിയിൽ നിന്നും ഉണ്ടാകുന്ന ആ ഒരു തീരുമാനത്തിന് ശേഷം എ പത്മകുമാറിനെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തണമോ വേണ്ടയോ എന്നത് പിന്നീട് തീരുമാനിക്കും. ആ തീരുമാനം ഉണ്ടാകുന്നതുവരെ ഒരു സ്ഥാനം ഒഴിച്ചിടാനാണ് നിലവിൽ തീരുമാനമായിരിക്കുന്നത്. വലിയ രീതിയിലുള്ള വിമർശനമായിരുന്നു പാർട്ടിക്കെതിരെ എ പത്മകുമാർ ഉന്നയിച്ചത്. പരസ്യ വിമർശനം നടത്തിയതിന് നടപടി ഉണ്ടായിട്ടില്ല. മന്ത്രി വീണ ജോർജ് അടക്കമുള്ള ആളുകൾക്ക് കൂടുതൽ പരിഗണന കിട്ടുന്നു. പരിചയസമ്പത്തുള്ള വർഷങ്ങളായി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിരിക്കുന്ന തന്നെ പോലുള്ള ആളുകൾക്ക് പാർട്ടിയിൽ വേണ്ടത്ര പ്രാതിനിധ്യം ലഭിക്കുന്നില്ല. സംസ്ഥാന സമിതിയിൽ തന്നെ ഉൾപ്പെടുത്താത്തതിനെതിരെയൊക്കെയുള്ള വിമർശനമായിരുന്നു അദ്ദേഹം സംസ്ഥാന യോഗം ചേർന്നതിന് ശേഷം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും പരസ്യ വിമർശനം നടത്തുകയും വലിയ വിവാദം ഉയരുകയും ഒക്കെ ചെയ്തത്. അതിന്റെ പശ്ചാത്തലത്തിൽ നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ അദ്ദേഹത്തെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ പത്മകുമാറിനെ ഉൾപ്പെടുത്തേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇനി അടുത്ത ഘട്ടത്തിൽ സംസ്ഥാന കമ്മിറ്റി ഇക്കാര്യത്തിൽ നടപടിയെടുക്കുമ്പോൾ ഇനി ഉൾപ്പെടുത്തണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ അന്തിമമായ തീരുമാനമുണ്ടാകും. നിലവിൽ ഒഴിവുള്ള സ്ഥാനങ്ങളിലേക്ക് കോമളം അനിരുദ്ധൻ, സി രാധാകൃഷ്ണൻ എന്നിവരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുമുണ്ട്. പരസ്യ നിലപാടെടുത്ത ഈ പത്മകുമാറിനെതിരെ ഇനി എന്ത് നടപടി ഉണ്ടാകും, അദ്ദേഹത്തെ ജില്ലാ സെക്രട്ടേറിയറ്റിലേക്ക് ഇനി പരിഗണിക്കുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യമായി ഉയർന്നു വരുന്നത്. വിഷ്ണു, ശരി. മിഥുൻ മുരളിയാണ് വിവരങ്ങൾ നൽകിയത്.